ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നിട്ട് നമ്മുടെ വീഡിയോ ഒരു ½ kg വാനില സ്പഞ്ചാണ്. ഇത് നമ്മൾ 2 മുട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് സ്പഞ്ച് റെസിപ്പി വേണ്ടവരൊക്കെ ഫുൾ വീഡിയോ കാണണം. അത്യാവശ്യം തിക്കായിട്ട് നമുക്ക് 3 ലെയർ കട്ട് ചെയ്തെടുക്കാനുള്ളത് തന്നെ ഉണ്ട്. നമ്മുടെ സ്പഞ്ച് ഇങ്ങനെ ഞെക്കിയാൽ അമർത്തിയാലൊന്നും നമ്മുടെ സ്പഞ്ചിന് ഒരു കുലുക്കവും പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇതിന് 3 ടേബിൾ സ്പൂണാണ്. ഇപ്പം നമ്മൾ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ടേബിൾ സ്പൂണിൽ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ അതിൻ്റെ പിടിഭാഗം കൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഒരൊറ്റ പ്രാവശ്യം ആയിരിക്കണുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് നമുക്ക് 2 എഗ്ഗാണ്. ഇതിൻ്റെ വൈറ്റും യെല്ലോ യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇത് ചെറിയൊരു ഇരട്ടിപ്പണിയൊക്കെ തോന്നും, പക്ഷെ എന്നാലും നല്ല പെർഫെക്റ്റിന് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 2 എഗ്ഗിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്. യെല്ലോ ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് മൈദയിലേക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചൊന്നും ഇങ്ങോട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ 1/4 കപ്പിലത്തെ ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഫുൾ സ്പീഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 4 മിനിറ്റിൻ്റെ അടുത്ത് ടൈം വേണ്ടി വരും ഇതൊന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആവണ ടൈം വരെ ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പീഡ് കുറച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള യെല്ലോ യോക്ക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റോളം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള ആ ബാറ്ററി ഡബിൾ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലോർ ചേർക്കുമ്പോൾ ഇതുപോലെ തന്നെ അരിപ്പയിൽ ഇട്ടിട്ട് തന്നെ ഇങ്ങനെ തട്ടി കൊടുക്കേണ്ടത്. പകുതി ഭാഗം ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നല്ല സ്മൂത്ത് ആക്കിയിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ. അല്ലാതെ അറിഞ്ചോ പെറിഞ്ചോ വെച്ചിട്ട് 4 ഇളക്കിളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം ആവില്ല കേട്ടോ. ഞാൻ ഈ ഫ്ലോർ ഇട്ട് മിക്സ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ പാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. അത് എൻ്റെ ഒരു എയിമാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു എയിമുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കി വെച്ചതാണ്. അതിൽ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫ്ലോറൊക്കെ എന്താണെന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫ്ലോർ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് ബാക്കി വന്നിട്ടുള്ള ആ പാലും ഓയിലും കൂടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാറ്ററി സെറ്റാണ്. ഞാൻ ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുമല്ലോ ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക, സ്പീഡ് കുറച്ച് ഒരു സൈഡിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്യാമെന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ കേൾക്കും. പക്ഷെ എന്നാലും ഉണ്ടാക്കുന്ന ടൈം വരുമ്പോൾ ഇതുകൊണ്ട് പെട്ടെന്ന് കഴിക്കണം എന്നുള്ള ആ ഒരു ഉണ്ടാക്കി കാണണം എന്നുള്ള ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ഇളക്കി മറിക്കലും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് പിന്നെ എങ്ങനെയാവും എന്നുള്ളത് പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ കുറച്ച് അനുസരണം എന്തായാലും വേണം. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ട പണിയാണ് നമ്മൾ ഏത് ടിന്നിലാണോ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ സൈഡിലും ഉൾഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ബാറ്റർ ഒഴിച്ചതിന് ശേഷം കേട്ടോ. പിന്നെ ഈ പോട്ട് ഞാനൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അടച്ചു വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ പോട്ടിൽ റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ടിന്ന് വെച്ച് കൊടുക്കുക. ഇത് വെച്ചതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിം അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇതിലാണ് നമ്മളിതൊരു 20-25 മിനിറ്റിൻ്റെ അടുത്ത് ഏകദേശമായി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ½ kg സ്പഞ്ച്. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണവരുണ്ടാവും, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയൊക്കെ തന്നെ എനിക്കറിയണ കാര്യമുള്ളൂ. എനിക്കറിയണതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് അറിയാത്തവർ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ 3 ലെയറൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കതിങ്ങനെ ആ ഒരു സന്തോഷത്തിലായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്കൊരു 1 kg ടോൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 എഗ്ഗ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്പഞ്ചും പിന്നെ 3 എഗ്ഗ് വെച്ചിട്ട് അത് ചെറിയ എഗ്ഗായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു 3 എഗ്ഗ് വെച്ചിട്ട് ഒരു സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് അത് 3 ലെയർ കട്ട് ചെയ്തെടുത്ത് അങ്ങനെ മൊത്തം 5 ലെയറാണ് നമ്മൾ ഈ ടോൾ കേക്കിന് വേണ്ടിയിട്ടുള്ളത്. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ വാനില സ്പഞ്ച് ഉണ്ടാക്കിയത്. പിന്നെ കസ്റ്റമൈസേഷൻ ഉണ്ട്. അവരൊരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അയച്ചു തന്നതല്ല, ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തതായിരുന്നു ഒരു പിക്ക് തന്നെ.
അപ്പോൾ അതിൻ്റെ സെയിം നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കിയതാണ്. ഏകദേശം അതേപോലെയൊക്കെ ആയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡാണ് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടുന്ന വിധത്തിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ ലെയറിലും ഇതുപോലെ തന്നെ നമ്മൾ 4 ലെയറിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഏറ്റവും മുകളിൽ നമ്മൾ 5ാമത്തെ ലെയറും കൂടെ വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എല്ലാ ഹോൾസും അടച്ചിട്ട് വേണം നമുക്ക് ക്രം കോട്ട് ചെയ്യാൻ. നമ്മളെ തേപ്പ് പണി പോലെ അത്യാവശ്യം ഫസ്റ്റ് കോട്ടിൽ തന്നെ നമ്മൾ എല്ലാ ഹോൾസും അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിട്ട് തോന്നും. പിന്നെ ഒരു ഓഫ് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് യെല്ലോ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറായി. പിന്നെ നമുക്കിത് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ് ഒരു അരമണിക്കൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കട്ടിങ് കനുള്ള ഡവൽസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 3 സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഫൈനൽ കോട്ട് എന്നൊക്കെയാണ് പറയാൻ വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഓഫ് വൈറ്റ് ക്രീം ഉണ്ടല്ലോ, അത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് എനിക്ക് നല്ല എളുപ്പം ചെയ്യാനായിട്ടാ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇത് വെച്ചിട്ട്, സ്ക്രാപ്പർ വെച്ചിട്ട്. അപ്പോൾ ആ ടൈമിൽ പിന്നെ ക്രീം ആവാത്ത ഭാഗത്ത് കുറച്ചുകൂടെ ക്രീമാക്കി കൊടുക്കുക. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇനി അപ്പം തന്നെയാണ് ഞാൻ ഇതുപോലൊരു ലൈൻസുള്ള സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻസും കൂടെ ഇട്ട് കൊടുത്ത് ബോർഡ് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് ഇനി ഒരു പിങ്ക് കളർ വെച്ചിട്ട് ഒരു സൈഡ് മാത്രമായിട്ടൊരു ഡിസൈൻ ചെയ്യാണ്ട് ഇത് ഞാൻ ഈ ലൈൻസൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചല്ലോ സാധനം. പിന്നെ നോക്കുമ്പോൾ എൻ്റെ മോള് പോയിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് അതും തന്നെ അതിൻ്റെ അപ്പുറത്ത് ക്രീം ഇരിക്കുന്നുണ്ട്, അത് എടുക്കാതെ ആ കേക്ക് പോലത്തെ വൈറ്റ് ക്രീം എന്നെ കൊണ്ട് തോണ്ടി തിന്ന്. എനിക്കിങ്ങനെ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു, അതാണെങ്കിൽ നോക്കുമ്പോൾ ആകെ എയർ ബബിൾസൊക്കെ വന്നിട്ട് പിന്നെ അത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇങ്ങനെ ലൂസാക്കി കൊടുത്ത് എന്നിട്ട് വീണ്ടും വൈറ്റ് ക്രീം തേച്ച് കൊടുത്തിട്ടാണ് പിന്നെ ലൈൻസ് ഇട്ടത്. അപ്പോൾ ആദ്യത്തെ അതേ അത്രക്കൊരു വൃത്തിയായിന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ആ ടെൻഷനിലാണ് പിന്നെ ഞാൻ ഈ പിങ്ക് ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ ഒരു സൈഡ് പിന്നെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തതായിരുന്നു ബട്ടർഫ്ലൈ, അത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആ ബട്ടർഫ്ലൈയുടെ അടുത്തുകൂടെ ഒക്കെ കുറച്ച് ചെറുതും വലുതായിട്ടുള്ള ഷുഗർ ബോൾസ് കൂടെ ഇട്ടപ്പോൾ നമ്മളെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവർ സെലക്ട് ചെയ്ത് തന്നത്, എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ ആയ നമ്മളെ കേക്ക് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മറക്കാതെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അതെന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.